ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പച്ചമുളകാണ്, വലിയ എരിയൊന്നുമില്ല. ഒരു 2-3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിവിടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ചേർക്കേണ്ടത് പൊടികളും ഉപ്പും ഒക്കെയാണ്. ഉപ്പ് ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അത് എരിവില്ലാത്ത മുളക് പൊടി അതുകൊണ്ട് കുറച്ചധികം ഞാൻ ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ അളവിലേ ഉള്ളൂ. ഈ പൊടികളെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നാടൻ തക്കാളിയല്ല, ഒരുപാട് പുളിയില്ലാത്ത അത്യാവശ്യം നന്നായിട്ട് പഴുത്ത 2 വലിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റണം. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചൊരു 2 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം എല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്ക് വേറെ ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ പുളിയും എരിവും മധുരവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാം. പിന്നെ ഒരു 1/4 സ്പൂൺ കെച്ചപ്പ് കൂടെ ചേർത്തു. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. ഇന്ന് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് ദോശ കൊടുത്താൽ വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയാണ് നെയ്യും തയ്യാറാക്കുന്നത്. അപ്പം നല്ല ദോശയും ടൊമാറ്റോ റോസ്റ്റും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.